എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമ്മൾ ഈ പുറകെ കാണുന്ന എൻ്റെ കണ്ടാമുണ്ടി സാധനങ്ങളൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ, ഇഗ്നോർ ചെയ്യുക, ബാക്ക്ഗ്രൗണ്ട് ഫുൾ ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും, ഞാൻ സീമാസി പോയിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സ് വീഡിയോ. ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് എനിക്ക് അവിടുത്തെ സ്റ്റാഫിൻ്റെ എന്താ പറയുക, അവിടുത്തെ ആ ഒരു കസ്റ്റമർ സർവീസും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ പോയത് കർക്കിടക്കിഴവിൻ്റെ ഓഫർ കണ്ട് കുറേ റീൽസ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ പോയത് കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്ന സീമാസ് മൂവാറ്റുപുഴയിലെ സീമാസൊക്കെയായിരുന്നു. അപ്പോൾ നമുക്ക് എടപ്പള്ളിയിൽ നിന്ന് മൂവാറ്റുപുഴ വരെ കുറച്ചധികം ദൂരം ഉണ്ടല്ലോ. അപ്പം ചുമ്മാ ഒരു യാത്രയും കൂടെ ആവും. എന്നാൽ പിന്നെ സീമാസും കൂടി പോയിട്ടൊന്ന് അവിടുത്തെ ഐറ്റംസൊക്കെ ഒന്ന് നോക്കി ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ റീൽസിൽ കണ്ട ആ ഒരു സംഭവമേ അല്ല കേട്ടോ. ഓഫറൊക്കെ എടുക്കുന്നുണ്ട്, കർക്കിടക്കിഴവിൻ്റെ ഓഫർ പറഞ്ഞിട്ട് ബോർഡൊക്കെ ഉണ്ട്. പക്ഷേ സംഭവം അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ എന്താ പറയുക, കുറേ സ്റ്റാഫ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാര നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കർക്കിടക്കിഴവിൻ്റെ ഓഫർ എന്ന് പറയുന്ന സെക്ഷനിലെ ക്ലോത്ത് ഒന്നും കൊള്ളൂല കേട്ടോ. പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ക്ലോത്ത് ഒന്നും. അതുപോലെ തന്നെ ഓഫർ എന്ന് പറയുന്നത് 500 രൂപയ്ക്ക് 2 ടോപ്പ്, അതായത് നമ്മുടെ ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ചെറിയ ക്രോപ്പ് ടോപ്പ്, അത് കുഴപ്പമില്ല, തിരക്കിടില്ലാത്ത ടോപ്പ് ഉണ്ട് കേട്ടോ, 500 രൂപയ്ക്ക് 2 എണ്ണം. പക്ഷേ കുർത്തി സെറ്റൊക്കെ ഉണ്ടല്ലോ, കുർത്തി അങ്ങനത്തെ സംഭവം, സ്കേർട്ട്, അതൊന്നും കൊള്ളൂല കേട്ടോ. ക്ലോത്ത് ഒന്നും കൊള്ളൂല്ല, പിന്നെ കാണാൻ കൊള്ളാവുന്ന ഒന്നുമില്ല എനിക്ക് കേട്ടോ, എനിക്ക് തോന്നിയതാണേ. അപ്പോൾ എനിക്ക് തോന്നുക, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഞാൻ കുർത്തി എടുക്കണം അല്ലെങ്കിൽ ടോപ്പ് എടുക്കണം, ജീൻസിനൊക്കെ ഇടാൻ പറ്റി ടോപ്പ് എടുക്കണം എന്ന് വിചാരിച്ചാൽ പോയത്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അപ്പോൾ ഞാൻ ആ ഒരു സെക്ഷനിൽ നിന്ന് ഞാൻ പോകുന്നു കേട്ടോ, എനിക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ആ ഒരു സെക്ഷനിൽ തന്നെ പറയേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം അവരുടെ കസ്റ്റമർ സർവീസ് പേഴ്സണലി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. നമ്മൾ എന്തോ എനിക്ക് പൊതുവേ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ നമ്മളെന്തെങ്കിലും സംഭവം എടുക്കാൻ വരുമ്പോൾ നമ്മളോട് ചോദിക്കാം, എന്താ മാം വേണ്ടത്, എന്താ എടുത്ത് തരേണ്ടത്, അങ്ങനെ ചോദിക്കാം. ഇത് നമ്മുടെ പിന്നാലെ നടക്കും. അപ്പം നമ്മൾ ഇങ്ങോട്ട് നടക്കുകയാണെങ്കിൽ അവർ നമ്മുടെ പിന്നാലെ അങ്ങോട്ട് നടക്കും, നമ്മൾ ഇങ്ങോട്ട് നടക്കുകയാണെങ്കിൽ അവർ നമ്മുടെ പിന്നാലെ ഇങ്ങോട്ട് നടക്കും. അങ്ങനത്തെ ഒരു സ്വഭാവം. അപ്പോൾ നമുക്ക് തന്നെ ഒരു എനിക്ക് കേട്ടോ, എൻ്റെ കാര്യമാണ് പറയുന്നത്, അത് കൂടെ എടുത്ത് പറയുന്നത്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു. കാരണം ഇവർ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാനുള്ള ഒരു ഗ്യാപ്പും കിട്ടുന്നില്ല. ഇവരെന്നാണെങ്കിൽ നമ്മൾ ഓരോ നമ്മളിങ്ങനെ ഓരോന്ന് സെക്ഷൻ മാറ്റി നോക്കുമ്പോൾ ഇവർ നമ്മുടെ പിന്നാലെ വന്നതേ ഇങ്ങനെ നോക്കിക്കുക. നമ്മൾ എങ്ങോട്ടൊക്കെ പോകണ്ട അവർ പിന്നാലെ എന്താ ചോദിക്കുകയല്ല, നമ്മുടെ പിന്നാലെ ഇങ്ങനെ നടക്കുക. അപ്പം നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യും. എനിക്ക് അങ്ങനെയായിരുന്നു, എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിളായിരുന്നു. എനിക്ക് തീരെ നമുക്കൊന്ന് മനസ്സറിഞ്ഞ് സെലക്ട് ചെയ്ത് എടുക്കാനോ ഡ്രസ്സൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി മറിച്ചൊക്കെ നോക്കാം ഒന്നിനും പറ്റില്ല. അവർ പിന്നാലെ നടന്നത് ഭയങ്കര അൺകംഫർട്ടബിളായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഒരു കുർത്തി സെക്ഷനിൽ ഒന്നും എടുക്കാണ്ടായി, ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുപോലെ തന്നെ ഓഫർ ഇല്ലാത്ത എന്നാൽ എന്തായാലും വന്നതല്ലേ, എത്ര ദൂരം വന്നാലെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓഫർ ഇല്ലാത്ത എന്തെങ്കിലും ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നോക്കുമ്പോണ്ട് ഇപ്പോൾ ഒരു ആവറേജ് ഒരു കാണാൻ കൊള്ളാവുന്ന ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള ഡ്രസ്സ് തന്നെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു റേറ്റിന് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതിലും നല്ല ഡ്രസ്സ് കിട്ടും. ഞാൻ അതും വാങ്ങിയില്ല. അപ്പോൾ ഞങ്ങൾ ആ സെക്ഷനിൽ വിട്ടിട്ട് നേരെ സാരി സെക്ഷനിൽ പോയിട്ടോ. പിന്നെ മെറ്റീരിയൽസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. ഞാൻ കുർത്തി, ടോപ്പ്, അതുപോലെ തന്നെ സാരി, ഷർട്ട്, ഈ ഒരു സെക്ഷനിലാണ് ഞാൻ പോയത്. അപ്പോൾ സാരി സെക്ഷനിൽ പോയപ്പോൾ ഞാൻ റീല് കണ്ടിട്ടുണ്ടായിരുന്നു, 75 റുപ്പീസിൻ്റെ സാരി, 100 റുപ്പീസിൻ്റെ സാരി എന്നൊക്കെ പറഞ്ഞ് നല്ല കിടിലൻ സാരികൾ. അപ്പോൾ അത് കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോയത്. അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ 75ൻ്റെ സാരിയല്ല, 100ൻ്റെ സാരിയല്ല, 200ൻ്റെ സാരി പോലും അവിടെ ഇല്ല. പിന്നെ അതും അല്ലാണ്ട് പിന്നെ അവിടെ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ ചെല്ലുമ്പോൾ 450ക്ക് 2 എണ്ണം, 550ക്ക് 2 എണ്ണം, 750ക്ക് 2 എണ്ണം, അങ്ങനത്തെ പ്രൈസ് റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സാരീസ് നല്ല അടിപൊളി സാരികളുണ്ടായിരുന്നു കേട്ടോ, നല്ല കിടിലൻ സാരികളുണ്ടായിരുന്നു. കിടിലൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുവരെ കുർത്തി സെക്ഷനിലൊക്കെ അലഞ്ഞ് ഒന്നും കിട്ടാതെ വന്നപ്പോൾ സാരിയിലേക്ക് പോയപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഡ്രസ്സ് കണ്ടു.
അപ്പോൾ സാരിയിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സാരി സെക്ഷനിൽ നിന്ന് 2 സാരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു 550 രൂപയ്ക്ക് 2 സാരി. അങ്ങനെ ഞാൻ 2 സാരീസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് അതെടുത്തിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഷർട്ടിൻ്റെ സെക്ഷനിലേക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛൻ പൊതുവേ റെഡിമെയ്ഡ് ഷർട്ട് ഇടാത്ത വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എന്താണെന്ന് വിചാരിച്ചാൽ മറ്റേ മെറ്റീരിയൽ ഉണ്ടല്ലോ, മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നു. മെറ്റീരിയൽ എടുക്കാൻ ചെന്നപ്പോഴും അവിടെയും ഈ സെയിം സിറ്റുവേഷൻ തന്നെ, നമ്മുടെ പിന്നാലെ ഇങ്ങനെ നടക്കും. അപ്പോൾ ഞാനവിടെ മെറ്റീരിയൽ ഉണ്ടോ ചോദിച്ചു. അപ്പോൾ സംഭവം അവിടെ 20% ഓഫ് ഒരു പർട്ടിക്കുലർ ടേബിളിൽ ഇരിക്കുന്ന മെറ്റീരിയലിന് മാത്രമുണ്ട്. അപ്പോൾ ഞാൻ അടുത്തൊരു ബെറ്ററായിട്ട് കാണാൻ കൊള്ളാവുന്ന നല്ലൊരു സാധനം ഞാൻ എടുത്തു. പക്ഷേ അത് മറിച്ച് നോക്കിയപ്പോൾ തന്നെ, കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോൾ തന്നെ എന്തോ ആ സ്റ്റാഫ് ഒരു നല്ല സ്റ്റാഫ് ആയതുകൊണ്ടും പിന്നെ എൻ്റെ ഒരു ഭാഗ്യം കൊണ്ടും അവർക്ക് പറയണമെന്നില്ല, പക്ഷെ അവർ ആ ഒരു ലേഡീസ് സ്റ്റാഫിനോട് പറഞ്ഞു ഇത് കുറച്ച് ഡാമേജ് ഉണ്ട്, അതുകൊണ്ടാണ് ഓഫറിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് ഡാമേജ് പ്രൊഡക്റ്റ് ആയതുകൊണ്ടായിരിക്കും ഓഫറിൽ അങ്ങനെ ഇടാറുണ്ടല്ലോ. അപ്പോൾ ശരി, ഞാനത് കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയപ്പോൾ ഷർട്ടിൻ്റെ ഈ മടക്കിലൊക്കെ ഒരു തരം പാടാട്ടോ എല്ലാം. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സൈഡിൽ മാത്രമായിരിക്കും, അപ്പം എന്നാൽ അത് കളഞ്ഞിട്ട് ബാക്കി പീസ് എടുക്കാമെന്ന്. അപ്പോൾ നോക്കുമ്പോൾ എല്ലാ മടക്കിലും ഇതുപോലെ തന്നെ ഈ ഒരു പാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഷർട്ട് ഒഴിവാക്കി കേട്ടോ, കാരണം ഞാൻ എടുത്തില്ല. ആ ഒരു സ്റ്റാഫ് എന്നോട് കട്ട് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ പറഞ്ഞപ്പോൾ തന്നെ ഞാനത് വേണ്ടെന്ന് പറഞ്ഞു. അതെന്തായാലും നല്ലൊരു കാര്യമായി കേട്ടോ, മുമ്പ് പറഞ്ഞതില്ലെങ്കിൽ ഞാനത് അറിയാണ്ട് അത് വാങ്ങി, അത്രയും കാശ് കൊടുത്ത് വാങ്ങിയിട്ട് ഇവിടെ വന്നിട്ട് അത് നന്നല്ല വെച്ചെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഓഫർ ഇല്ലാത്ത നല്ല ക്വാളിറ്റി നല്ല ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ നല്ല ഷർട്ട്സ് ഉണ്ട് കേട്ടോ, പക്ഷേ എൻ്റെ അച്ഛൻ ഇടുന്ന ടൈപ്പ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ കുറച്ച് ചെക്കൊക്കെ ആയിട്ട് ചെറിയ ചെക്കൊക്കെ ആയിട്ടുള്ള ഷർട്ടൊന്നും നല്ല ലൈറ്റ് കളറിലൊന്നും കാണാനില്ല. അപ്പം ഞാൻ ഷർട്ട് വാങ്ങിയില്ല. അപ്പം ഞാൻ ആകെ കൂടെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് 2 സാരിയാണ്. ആ സാരിയുടെ റേറ്റ് വന്നിട്ട് 550 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു 550 രൂപയ്ക്ക് ഞാൻ എടുത്ത 2 സാരി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന 2 സാരി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി ഇന്നലെ ഞാൻ നാട്ടിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് കൊടുത്തപ്പോൾ തന്നെ അമ്മ അതിൽ വിത്ത് ബ്ലൗസ് ഉണ്ടോയെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലെങ്ത്തൊക്കെ നോക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്താട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സാരി എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊരു മറ്റേ ടിഷ്യൂ മെറ്റീരിയൽ പോലത്തെ അങ്ങനത്തെ എന്തോ, എനിക്ക് ക്ലോത്തിനെ പറ്റി വലിയ അറിവില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കുന്നില്ല കേട്ടോ. ഈ ഒരു കാപ്പിപ്പൊടി കളറ് സാരിയാണ്. ഇതിൻ്റെ ഒരു കസവൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇതിൽ വിത്ത് ബ്ലൗസ് ഉണ്ട് എന്നാണ് അതിലെ സ്റ്റിക്കർ ഉണ്ടായിരുന്നത് കേട്ടോ, അത് പറിച്ചു കളഞ്ഞായിരുന്നു അമ്മ. അപ്പോൾ അതിൽ വിത്ത് ബ്ലൗസ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മളൊരു വേറൊരു സാരിയുടെ ലെങ്ത്ത് വെച്ച് നോക്കിയപ്പോൾ ഇതിൽ അത്യാവശ്യം ക്ലോത്ത് ഉണ്ട്, വിത്ത് ബ്ലൗസ് എന്നുള്ളത് കഷ്ടിച്ചുണ്ട്. പക്ഷേ അടുത്ത സാരിയിൽ വിത്ത് ബ്ലൗസ് ഇല്ല. ഈ 2 വിത്ത് ബ്ലൗസ് ഉണ്ട് എന്നാണ് സ്റ്റിക്കറിലുള്ളത്. പക്ഷേ ഇതിൽ അത്യാവശ്യം തിരക്കടില്ലാണ്ട് ഒരു കട്ട് പീസായിട്ട് വിത്ത് ബ്ലൗസിനുള്ളതുണ്ട്, പക്ഷെ മറ്റേതിലില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സാരിയാണ്. അതിൻ്റെ മറ്റേ ഈ മുന്താണി ആ ഒരു ഭാഗം ഉണ്ടല്ലോ, നല്ല രസമുള്ളൊരു മെറ്റീരിയൽ കേട്ടോ. നല്ല സാരി, എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ വേപ്പട്ടൊക്കെ പൊട്ടിപ്പിടിക്കും ഒരു സാരി. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു സാരിയാണ് കേട്ടോ. അടിയിൽ ഇങ്ങനത്തെ ഒരു കസവ വരുന്നത്. പക്ഷേ ഇതിന് വിത്ത് ബ്ലൗസ് സ്റ്റിക്കർ ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം നമ്മൾ വെച്ച് നോക്കിയപ്പോൾ വിത്ത് ബ്ലൗസിനായിട്ട് ക്ലോത്ത് തികയില്ല. വിത്ത് ബ്ലൗസിനായിട്ടൊരു മെറ്റീരിയൽ തികയില്ല കേട്ടോ. ഇതായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന 2 സാരി എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ റീൽസൊക്കെ കണ്ട് തുള്ളിച്ചാടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഐറ്റംസ് ഒന്നും അവിടെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മളതൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. 75 രൂപയുടെ സാരി 100 രൂപയുടെ സാരി ഒന്നും നമുക്കവിടെ
കാണാൻ പോലും കിട്ടുന്നില്ല. ഇനി 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 എനിക്കറിയില്ല ഇത് ഞാൻ ലേറ്റായിട്ട് ചെന്നിട്ടാണോ ഇനി. പക്ഷേ ഞാൻ ഒരുപാട് കമൻറ്റ്സ് ഇപ്പോൾ പെരുമ്പാവൂർ സിനിമാസിൻ്റെ റീൽസ് കണ്ടപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റ്സ് ഇതുപോലെ കസ്റ്റമർ സർവീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല, ബാഡ് കസ്റ്റമർ സർവീസാണ്, അതുപോലെ തന്നെ കളക്ഷൻസ് ഒന്നും ഇല്ല എന്നുള്ളതൊക്കെ കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ സെയിം എക്സ്പീരിയൻസ് ആണ് എനിക്കും ഉണ്ടായത്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നി. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഓഫറൊക്കെ കണ്ടെടുത്ത് ചാടി എടുത്താൽ വിളിച്ചാച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഐറ്റംസ് ഒന്നും കിട്ടില്ല കേട്ടോ. പിന്നെ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടിക്കൂടായികയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ. സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാൻ മാത്രമുള്ള കണ്ടൻറ് ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു വെസ്റ്റ് സൈഡിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു പെർഫ്യൂം എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വെസ്റ്റ് സൈഡിലെ പെർഫ്യൂംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വെസ്റ്റ് സൈഡിൽ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പെർഫ്യൂം ഈ ഒരെണ്ണം കേട്ടോ, ഫ്രൂട്ടിയുടെ കാണാണ്. യെസ്. അപ്പോൾ ഇത് ഞാൻ അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. പിന്നെ ഇപ്പോഴാണ് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് അടിപൊളിയാണ്. വെസ്റ്റ് സൈഡിൽ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ പെർഫ്യൂമിൻ്റെ. ഞാൻ വെസ്റ്റ് സൈഡിലെ പെർഫ്യൂമിൻ്റെ വലിയൊരു ഫാനാണ്. അപ്പം ഇത് ഫ്രൂട്ടി, അതുപോലെ തന്നെ വൂട്ടി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേറൊരെണ്ണം ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പക്ഷേ ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ്. അത് നല്ല അടിപൊളി സ്മെല്ലാണ്. അതിൻ്റെ ബോട്ടിൽ വന്നിട്ടൊരു വയലറ്റ് കളറായിരുന്നു കേട്ടോ. നല്ല കിഡിലൻ സ്മെല്ലാണ്. അപ്പോൾ ഇതിൻ്റെ മണവും അടിപൊളി കേട്ടോ, നല്ല മണമാണ്. പക്ഷേ വെസ്റ്റ് സൈഡിൽ 149 199 അതിൻ്റെ ഏതോ പെർഫ്യൂം ഉണ്ട്. ആ പെർഫ്യൂംസ് ഒന്നും എനിക്ക് ഒട്ടും പറ്റില്ല കേട്ടോ. ഇത് എനിക്ക് പേഴ്സണലി ഇത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര നീറ്റിലാണ് കേട്ടോ, ഭയങ്കര ചുട്ടുനീറ്റെടുക്കും, ഭയങ്കര നീറ്റിൽ. അപ്പോൾ ഞാനിത് ഒഴിവാക്കി. അപ്പോൾ ഇതിപ്പോൾ യൂസ് ചെയ്യുന്നത് അമ്മയാണ്. അപ്പം ഞാനിപ്പോൾ വന്നിട്ട് ഈ ഒരു 599 പെർഫ്യൂമിലേക്ക് സ്വിച്ച് ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും മെസ്സേജ് പോകുമ്പോൾ നിങ്ങളെല്ലാവരും ഈ പെർഫ്യൂമിൻ്റെ ഒരു കളക്ഷൻ ഏരിയയിലേക്ക് ചെന്ന് നോക്കുക. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്, എന്തായാലും ഇഷ്ടപ്പെടും. നല്ല മൈൽഡായിട്ടുള്ള നല്ല അടിപൊളി പെർഫ്യൂംസ് ആ ഒരു 599 1499 അങ്ങനത്തെ എന്തോ ആ ഒരു റേഞ്ചിലും നല്ല അടിപൊളി കിടിലും പെർഫ്യൂംസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബൈ ബൈ, സീ യു.